ഏകയ്ക്ക് അത് കണ്ട് കലി കയറി പുച്ഛിച്ച് മുഖം തിരിച്ചിരുന്നു. അപ്പോഴാണ് ചെക്കന് ബോധം വന്നത്. അവൻ അപ്പോൾ തന്നെ സ്വിച്ച് ഇട്ടോന്നോണം ചിരി അവസാനിപ്പിച്ചു. നമ്മുടെ കൊച്ചിനെ സ്വാധീനിക്കാനായി പോയി. യക്ഷിപ്പെണ്ണേ, അവൻ അവളുടെ ചെവിത്തുമ്പിൽ തട്ടി വിളിച്ചു. അവൾ ഒന്നുകൂടി മുഖം കയറ്റി പിടിച്ചിരുന്നു. ഇല്ല, വേണ്ടായിരുന്നു. രുദ്രൻ അവൻ്റെ 18ാമത്തെ അടവെടുത്തു. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാട്ടെ പൊന്നെ മടിച്ചു നിൽക്കാതെ. അവൻ രണ്ടും കൽപ്പിച്ചു പാടി. അവളുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. അതൊളിപ്പിക്കാൻ എന്നോണം അവൾ ഒന്നുകൂടി ഗ്ലാസ്സിലേക്ക് മുഖം ചേർത്ത് പിടിച്ചു. ചെക്കൻ വീണ്ടും പ്ലിങ്. യക്ഷിപ്പെണ്ണെ മിണ്ടടി, ഇനി കളിയാക്കൂല. ഇടക്കാല തന്നോട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ജീവനല്ലേ. പിന്നെ ഇടയ്ക്ക് പിണക്കമൊക്കെ നല്ലതാ, എന്നാലല്ലേ അതിലും ഇരട്ടി ശക്തിയോട് ഇണങ്ങാൻ പറ്റൂ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ പ്രണയം മാത്രം മതി. നീ എന്നോട് പിണങ്ങിയാൽ അതെൻ്റെ ജീവൻ നിൽക്കുന്നതിന് തുല്യമാണ്. വേണ്ട യക്ഷിപ്പെണ്ണെ, നമ്മുടെ ഇടയിൽ പിണക്കം വേണ്ട. നമ്മുടെ പ്രണയം യുണീക്ക് ആവണം. മറ്റാരാലും അനുകരിക്കാൻ പറ്റാത്ത, തോൽപ്പിക്കാൻ പറ്റാത്ത പ്രണയം. എനിക്ക് മറുപടി ഇല്ല രുദ്രേട്ടാ. അത്രമേൽ നിന്റെ പ്രണയം വാക്കുകളാൽ, ഹൃദയത്താൽ, പ്രവർത്തികളാൽ എന്നെ തളർത്തുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മൗനം പോലും പ്രണയം കൈമാറിയ നിമിഷങ്ങൾ. അവരുടെ പ്രണയം പോലെ അതുമാത്രമേയുള്ളൂ. ദ വൺ ആൻഡ് ഓൺലി രുദ്രാദ്വിക ലവ്. പെണ്ണെ, എന്തോ? അത് നേരത്തെ പറഞ്ഞ ഹഗ് കിട്ടിയില്ല. ഒന്ന് പോയ രുദ്രേട്ടാ, ആ ഡ്രൈവർ കാണും. എൻ്റെ പൊന്നു കൊച്ചി, അവൻ ഹിന്ദിക്കാരനാണ്. അതിനാണ് ഞാൻ നേരത്തെ ചിരിച്ചത്. കണ്ണ് തള്ളണ്ട, നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാം. ഭായ് സബ്, ബാംഗ്ലൂർ മേ सबसे अच्छा होटल कौन सा है? मुझे नहीं पता सब. मेरा जन्म स्थान महाराष्ट्र में है. जब वहाँ पहुँचते तो हम किसी से पूछ सकते हैं क्या? एक ठीक से सब. ठीक है, धन्यवाद भाई. ബോധ്യമായിടി പൊട്ടിപ്പണ്ണേ. ഇരിക്കണ്ട, എനിക്ക് തരാമെന്ന് പറയുന്നത് വേഗം തന്നോ. വേണോ? വേണം. ബിക്കോസ് നിന്റെ കൂടെയുള്ള ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് സ്പെഷ്യൽ ഫോർ മീ. രുദ്രൻ കർട്ടൻ വലിച്ചിട്ടു. അവളൊരു പുഞ്ചിരിയോടെ അവനെ വരിഞ്ഞു മുറുക്കി. അവനും അതിഗാഠമായി തിരികെ പുണർന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ ബാംഗ്ലൂർ എത്തിച്ചേർന്നു. അവിടുത്തെ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. എയർപോർട്ടിലെത്തി ഡ്രൈവറോടൊരു താങ്ക്സും പറഞ്ഞ് അവരുടെ ഏജൻസിയിൽ നിന്നുള്ള പൈസയല്ലാതെ സെപ്പറേറ്റ് ടിപ്പും കൊടുത്ത് യാത്ര പറഞ്ഞു. അവർ ഒരു പുഞ്ചിരിയോടെ പരസ്പരം കൈകോർത്ത് അകത്തേക്ക് നടന്നു. എടി പെണ്ണെ, ആ താഴെ എടുത്ത് പുറത്തേക്കിട്, അല്ലേ നീ കെട്ടിയതാണോ എന്ന് ആളുകൾ സംശയിക്കും. ഒന്ന് പോരുതിരട്ടാ. സത്യമായിട്ടടി പെണ്ണെ, നീ ജീൻസും ടോപ്പും ഇട്ട് മോഡേൺ ആയപ്പോൾ കുറച്ചുകൂടെ അങ്ങ് ചുള്ളത്തിയായിടി. ഷോ. അവർ രണ്ടുപേരും പ്ലെയിനിലേക്ക് കയറി. കൊച്ചുകുട്ടിയെപ്പോലെ ചുറ്റിനുമുള്ളത് നോക്കിക്കാണുന്ന ഏകയെ അവളുടെ രുദ്രേട്ടൻ ഒരു തെല്ലു കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. അവർ ഛത്തീസ്ഗഡിൽ എത്തിച്ചേർന്നു. അവിടുന്ന് രുദ്രന്റെ ഓർഡർ പ്രകാരം ക്യാബ് ഉണ്ടായിരുന്നു. അതിൽ കയറി അവർ ഹോട്ടൽ മൗണ്ടൻ ഫേസിൽ എത്തിച്ചേർന്നു. ഇരുട്ടി തുടങ്ങിയിരുന്നു. അടിപൊളി റിസോർട്ടിലായിരുന്നു അവർ എത്തിച്ചേർന്നത്. മഞ്ഞാൽ മൂടപ്പെട്ട ഒരു അടിപൊളി ക്ലൈമറ്റ്. അവർ രണ്ടുപേരും കീ വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് പോയി. രുദ്രേട്ട, ശരിക്കും അത്ഭുതം തോന്നുന്നു. ഇതൊക്കെ ചെറുതല്ലേ, നമ്മൾ പോയി ഫ്രഷ് ആയിട്ട് വാ. ഏക അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. തിരികെ വന്ന് അവളെ പുറകിൽ നിന്ന് പുണർന്നുകൊണ്ട് ഒരു കവർ അവളെ ഏൽപ്പിച്ചു. അത് തുറന്നു നോക്കി അവളിൽ സന്തോഷമുണ്ടായി. ബ്ലാക്ക് കളർ നെറ്റ് സാരി ആൻഡ് ഓർണമെന്റ്സ്. ഇഷ്ടമായോ? ചോദിക്കാനുണ്ടോ എൻ്റെ കാലേട്ട? അവൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഡി, അവൻ ചിരിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി വിളിച്ചു. അവർ രണ്ടുപേരും ഫ്രഷായി താഴേക്ക് വന്നു. പെട്ടെന്ന് രുദ്രൻ അവളുടെ കണ്ണു പൊത്തി. അടങ്ങ് രുദ്രേട്ട, ഞാൻ വീഴും. നിനക്ക് എന്നെ വിശ്വാസമില്ലേടി പെണ്ണെ? പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. കുറച്ചു സമയത്തിന് ശേഷം അവൻ അവളുടെ കണ്ണിൽ നിന്ന് കൈയെടുത്തു. അത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ അതിൻ്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ കാഴ്ച കണ്ടിട്ട് അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൾ പതിയെ മുന്നിലേക്ക് നടന്നു. അതിലേക്ക് നോക്കി. അത് അവളുടെ തന്നെ ചിത്രമായിരുന്നു. ജീവൻ തുടിക്കും പോലത്തെ ചിത്രം. ഒരു വലിയ ക്യാൻവാസിൽ മനോഹരമായി പകർത്തിയിരുന്നു. അവൾ അതിലൊന്ന് തഴുകി.
അത്രമേൽ ഭംഗിയായിരുന്നു ആ ചിത്രം. രുദ്രേട്ടാ, ഇത് ഇതാര് വരച്ചതാ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രമേൽ മനോഹരം. ഞാൻ വരച്ചതാ പെണ്ണെ. എനിക്ക് ഇങ്ങനൊരു ചെറിയ കഴിവ് കൂടിയുണ്ട്. അപ്പോൾ വാശിയായിരുന്നു എൻ്റെ പെണ്ണെ അതുപോലെ പകർത്തണമെന്നത്. അത് നടന്നു. പിന്നെ ഇത് സെറ്റ് ചെയ്തത് ഞാനല്ല കേട്ടോ, ഇവിടെയുള്ളവരാണ്. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിനു മറുപടി പറഞ്ഞത് അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ വിശ്രമിച്ചുകൊണ്ടാണ്. രുദ്രേട്ട, എനിക്ക് എന്തു പറയണമെന്നറിയില്ല. അത്രമാത്രം ഭംഗിയിലാണ് ഏട്ടൻ എന്നെ പകർത്തി വെച്ചിരിക്കുന്നത്. ഐ ലവ് യു കാല ഫോർ ദിസ് സ്വീറ്റസ്റ്റ് സർപ്രൈസ്. അവൾ ഒരിക്കൽ കൂടി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവിടെ നിന്ന് വിഴഞ്ഞു വന്ന് അവൻ്റെ കവിളിലും. അത് കഴിഞ്ഞ് പിന്മാറാൻ തുടങ്ങിയ അവളെ അവൻ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അടുത്തേക്ക് വലിച്ചു. നീ എങ്ങോട്ടാടി പെണ്ണെ ഓടിപ്പോകുന്നത്? ഇന്ന് നമ്മുടെ ദിവസമാണ്, നമ്മുടെ മാത്രം. നീ എൻ്റേതും ഞാൻ നിൻ്റേതും പൂർണ്ണമായി മാറുന്ന ദിവസം. എന്നിൽ നിന്നൊരു മടക്കം നീ പ്രതീക്ഷിക്കേണ്ട. അത് ഈ രുദ്രൻ ഒരിറ്റ് ശ്വാസമുണ്ടെങ്കിൽ പോലും സമ്മതിച്ചു തരില്ല. പിന്നെ നീ എൻ്റെ ഹൃദയത്തിൽ വർഷങ്ങളായി പതിഞ്ഞു കിടക്കുന്ന ചിത്രമാണ് പെണ്ണെ. ആരാലും മായ്ക്കാൻ പറ്റാത്ത ചിത്രം. അതുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയും മികവോടെ എനിക്ക് വരച്ചു ചേർക്കാൻ സാധിച്ചത്. യു ആർ സ്ട്രിക്ട്ലി മൈൻ. ഞാനും ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്നില്ല രുദ്രേട്ട. കാരണം എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലട കാല. നിന്റെ സാമീപ്യമില്ലാതെ, നിന്റെ ചുംബനങ്ങളില്ലാതെ, നിന്റെ തലോടലുകളില്ലാതെ, നിന്റെ ചേർത്തുപിടിക്കലില്ലാതെ ആദ്വിക ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ജന്മങ്ങളിലും. ഐ നീഡ് യു ഓൾവേസ് വിത്ത് മീ. അതിനു മറുപടിയായി അവൻ അവളെ ചേർത്ത് പിടിച്ച് അധരങ്ങളിൽ ആടി നിറങ്ങിയിരുന്നു. അവളും അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു ദീർഘചുംബനം കഴിഞ്ഞ് പിന്മാറുമ്പോൾ അവൾ കിതച്ചുകൊണ്ട് രുദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അവനും അവളെ ചേർത്ത് പിടിച്ച് തലോടിയിരുന്നു. മൗനമായി പ്രണയം കൈമാറിയ നിമിഷങ്ങൾ. യക്ഷിപ്പെണ്ണെ, വിശക്കുന്നില്ല നിനക്ക്? അവൾ ഇല്ല എന്ന പോലെ തലയാട്ടി. എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ ഏട്ടനോട് ചേർന്നില്ല മതി, വേറെ ഒന്നും വേണ്ട. പോ പെണ്ണെ, കളിക്കാതെ ഇരുന്ന് ചിണുങ്ങാതെ എൻ്റെ ഭക്ഷ്യപ്പെട്ട് കഴിക്കാൻ വാ. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന ക്യാൻഡിൽ നൈറ്റ് ഡിന്നറിന് വേണ്ടിയുള്ള ടേബിളിലേക്ക് ചെന്നിരുന്നു. അവൻ തന്നെയാണ് അവൾക്ക് പകർന്നു നൽകിയത്. ആ മനോഹരമായ സന്ധ്യയിൽ അവർ പരസ്പരം ഒരുപാട് സ്നേഹത്തോടെ കുറുമ്പുകളിലൂടെ ആഹാരം കഴിച്ചു. പരസ്പരം ആഹാരം വാരി കൊടുക്കുമ്പോഴും അവർ കണ്ണുകളാൽ പ്രണയം കൈമാറിയിരുന്നു. അതുപോലെ അവനും കുറുമ്പോടെ അവളുടെ വിരലുകൾ നുണഞ്ഞിരുന്നു. അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് കൂട്ടായി മനോഹരമായ പ്രണയഗാനങ്ങളും ഒഴുകിയെത്തിയിരുന്നു. അവർ രണ്ടുപേരും കൈകഴുകി എഴുന്നേറ്റപ്പോഴാണ് അവരുടെ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട ഗാനം അവരുടെ കാതുകളിൽ എത്തിയത്. ആ പാട്ടിൻ്റെ ഓരോ വരികളോടും ഇഴുകിച്ചേർന്ന് രണ്ടുപേരും മനോഹരമായി നൃത്തം ചെയ്തു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി അവൾ അവൻ്റെ തോളിൽ കൈവച്ച് കണ്ണുകൾ കൊണ്ട് പരസ്പരം നോക്കി. അവരുടെ ചുണ്ടുകളാൽ ആ പാട്ടിൻ്റെ ഓരോ വരികളും കൂടെ പാടിയിരുന്നു. അവരുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. അവർ അവരുടേതായ ലോകത്തായിരുന്നു. ആ പാട്ട് അവസാനിച്ചപ്പോഴാണ് അവർ രണ്ടുപേരും ഇറുകെ പുണർന്നിരുന്നു. ഐ കാൺട്ട് കൺട്രോൾ മൈസെൽഫ്. ആർ യു റെഡി ടു അക്സെപ്റ്റ് മീ ഫിസിക്കലി? മൈ ലവ് ഫോർ ഈസ് യു വൈൽഡ്. ഇറ്റ്സ് ഓൺലി ഫോർ യു അക്ഷിപ്പെണ്ണെ. ഞാൻ എടുക്കുവാ നിന്നെ മുഴുവനായിട്ട്. രുദ്രേട്ട, എൻ്റെ കാലൻ്റെ പ്രണയത്തിൽ ഇഴുകിച്ചേരാൻ ഞാനും കാത്തിരിക്കുകയാണ്. ഐ എം റെഡി ടു അക്സെപ്റ്റ് യുവർ ലവ്. രുദ്രൻ അവളെ കോരിയെടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അവൻ അവളെ താഴെ ഇറക്കാതെ തന്നെ അവളെ കൊണ്ട് ഡോർ അടപ്പിച്ചു. പരസ്പരം കണ്ണുകൾ കോർത്തിരുന്നു. അവളെ അവൻ പതിയെ ബെഡിലേക്ക് കടത്തി അവളുടെ നെറ്റിയിലേക്ക് ചുംബിച്ചു. തുടർന്ന് അവളുടെ കവിളുകളിൽ, അവളുടെ നാസികത്തുമ്പിൽ അവൾ അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചു. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു. അവൾ നൽകുന്ന ഓരോ വേദനയും അവൻ അവളിലേക്ക് പടർന്നു കയറാനുള്ള ആവേശം കൂട്ടിയതേയുള്ളൂ. ആ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഞ്ഞിൻ്റെ തണുപ്പിൽ കാലൻ അവൻ്റെ യക്ഷിപ്പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി. ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് അവൻ ചാഞ്ഞപ്പോൾ അവൾ അവനെ തലോടിയിരുന്നു. ലവ് യു, ലവ് യു. എന്നെ പൂർണ്ണമാക്കിയതിന് നന്ദി രുദ്രേട്ട. മറുപടിയായി
അവൻ അവളുടെ നെറ്റിയിൽ ഒരു സ്നേഹ ചുംബനം നൽകിക്കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്കെടുത്ത് കിടത്തി. പതിയെ കണ്ണുകളടച്ച് രണ്ടുപേരും നിദ്രയെ പുൽകി. പിറ്റേ ദിവസം ആദ്യം എഴുന്നേറ്റത് രുദ്രനായിരുന്നു. അവൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങി പതുങ്ങിക്കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ അതിയായ സന്തോഷവും ബഹുമാനവും തോന്നി. അവൻ അവളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചു. അന്നു മുതൽ അവരുടെ പ്രണയദിനങ്ങൾ പഴയതിനേക്കാൾ ശക്തിയോടെ തുടങ്ങിയിരുന്നു. ആ ഒരാഴ്ചക്കാലം അവർ അവരുടെ തന്നെ ലോകത്തായിരുന്നു. ഇന്നവർ കുളു മണാലിയോട് വിട പറയുകയാണ്. അവരുടെ പ്രണയത്തിന് സാക്ഷിയായ മഞ്ഞുമലകളോടും. വൈകുന്നേരം ഒരു 5:30 അവർ എറണാകുളം എത്തിച്ചേർന്നു. ഹൗ വാസ് യുവർ ട്രിപ്പ് രക്ഷപ്പെണ്ണേ? ഒന്ന് പോരുതിരേട്ടാ. അവർ വീട്ടിലേക്ക് തിരിച്ചു. അവർ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഒരു കാറ് മുറ്റത്ത് കിടക്കുന്നത് കണ്ടത്. ഇത് ആരുടെ കാറാണ് രുദ്രേട്ടാ? മോളെ, ഇത് സഹോച്ചൻ്റെ കാറാണല്ലോ. ആണോ രുദ്രേട്ടാ? ആണ്, വാ നമുക്ക് നോക്കാം. അവർ ടാക്സിയിൽ നിന്ന് ലഗേജ് എടുത്ത് അകത്തേക്ക് നടന്നു. പക്ഷെ ഉള്ളിലേക്ക് നടന്നപ്പോൾ അവിടുത്തെ സംസാരം കേട്ട് അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആദി, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ അച്ഛൻ സഹദേവാണ് പറയുന്നത്. ആ വാക്കുകൾ കേട്ട് നിഹ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ആദികേശിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. അത് നിഹാരികയാണ്. എന്ന് വെച്ച് ഞാൻ അച്ഛനെ ധിക്കരിക്കില്ല. അച്ഛൻ പേടിക്കണ്ട, മറ്റൊരു പെണ്ണും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. ഈ ജന്മത്തിൽ ഒന്നാവാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും ആദ്യം അവൻ്റെ പ്രണയമായ നിഹയെ സ്വന്തമാക്കിയിരിക്കും. നിഹയുടെ കരച്ചിലിൻ്റെ ശബ്ദം കൂടി വന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന രുദ്രൻ അവൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ ഏങ്ങലടിയുടെ ശബ്ദമാണ് പുറത്തു കൊണ്ടുവന്നത്. അവൻ്റെ നെഞ്ചു പിടഞ്ഞു, കണ്ണുകൾ ചുമന്ന് കണ്ണുനീർ വന്നു. അല്ലെങ്കിലും അങ്ങനെയാണ്, പെങ്ങൾമാരും ആങ്ങളമാരും തല്ലുകൂടുമെങ്കിലും കരയുമെങ്കിലും പുറത്തുനിന്ന് ഒരാൾ കാരണം സ്വന്തം പെങ്ങളുടെ കണ്ണു നിറഞ്ഞാൽ ഏതൊരാങ്ങളുടെയും നെഞ്ചു പിടയും. അതുപോലെ തന്നെയായിരുന്നു ആധുവിൻ്റെ അവസ്ഥയും. തൻ്റെ ഏതൊരവസ്ഥയിലും താങ്ങും തണലുമായി നിന്നവൾ നെഞ്ചുപൊട്ടിക്കരയുന്ന കാഴ്ച അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. രുദ്രൻ മുന്നിലേക്ക് വന്ന് നിഹയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളും അവൻ്റെ നെഞ്ചിൽ കരഞ്ഞു തീർത്തു. ആധുവിനും മനസ്സിലാകുകയായിരുന്നു രുദ്രൻ്റെ ഉള്ളിലെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം. അപ്പോഴാണ് മറ്റുള്ളവർ ഇവർ വന്നത് ശ്രദ്ധിക്കുന്നത്. എന്താ അച്ഛാ, അമ്മ ഇവിടെ ഒന്ന് പറഞ്ഞതാ? അവൻ ദേവച്ചനെ നോക്കി ചോദിച്ചു. മോനെ, അത് ദേവച്ചൻ്റെയും ദേവുവമ്മയുടെയും മുഖത്ത് സങ്കടം നിഴലിച്ചു കാണാമായിരുന്നു. അതേസമയം രേവുവമ്മയുടെ മുഖത്തെ ഭാവം ആർക്കും മനസ്സിലായിരുന്നില്ല. രേവതി സഹദേവ് ആദിയുടെ അമ്മയാണ്, കോളേജ് പ്രൊഫസർ. ഞാൻ പറഞ്ഞാൽ മതിയോ രുദ്ര? നിന്റെ പെങ്ങളും എൻ്റെ മോനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് നിനക്കറിയാമായിരിക്കുമല്ലോ. ആ കല്യാണത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആദികേശും നിഹാരികയും ഇന്നിവിടെ വെച്ച് പിരിയും. അച്ഛന് തെറ്റി. ആദിയും നിഹയും ശരീരം കൊണ്ട് നിങ്ങൾക്ക് പിരിക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് നിഹ തന്നെയായിരിക്കും എൻ്റെ നല്ല പാതി. അവളുടെ മികവോടെയുള്ള ഓർമ്മകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ. അവൾക്കും അച്ഛനെ എതിർത്ത് എനിക്ക് വേണമെങ്കിൽ ഈ വിവാഹം നടത്താം. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവളെ വിവാഹം കഴിക്കാതെ ഇരിക്കാം, കാണാതെ ഇരിക്കാം. പക്ഷെ ഇവളെ മറക്കാൻ മാത്രം എന്നോട് പറയരുത്. അവളുടെ ഓർമ്മകൾ എന്നിൽ നിന്ന് വലിച്ചെറിയാൻ ശ്രമിച്ചാൽ പിന്നെ ആദി ഉണ്ടാവില്ല. രുദ്രന് അവൻ്റെ ജീവനായ ആദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ കാമുകനോടും മകനോടും ഒരേ സമയം ബഹുമാനം തോന്നിപ്പോയിരുന്നു. എവിടേക്കാടാ നീ പറഞ്ഞു കയറി പോണത്? ഇതിൽ നിന്ന് എന്ത് സന്തോഷമാണ് അച്ഛാ നിങ്ങൾക്ക് കിട്ടണത്? എനിക്കറിയാവുന്ന അച്ഛൻ ഇങ്ങനെയല്ല. സ്വന്തം മോനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയല്ലോ നിങ്ങൾക്ക്. ദേവാ, നിന്റെ മോനങ്ങ് വളർന്നു പോയല്ലോ. എതിർത്തു പറയാനൊക്കെ പഠിച്ചോ അവൻ? സ്വന്തം കൂടപ്പിറപ്പിനെയും കൂട്ടുകാരനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ പറയാൻ പറ്റൂ അച്ഛാ? ഒരുപാട് കേട്ടിരുന്നു ആദിയേട്ടൻ്റെ വായിൽ നിന്ന് ഈ 2 പേരുകൾ, സഹു അച്ഛനും രേവു അമ്മയും. സ്നേഹനിധിയായ അച്ഛനമ്മമാർ, കൂട്ടുകാരനെ പോലെ തന്നെ നോക്കുന്ന അച്ഛനെ പറ്റിയെല്ലാം. ആരാലും തോൽപ്പിക്കാൻ പറ്റാത്ത പ്രണയത്തിലൂടെ കല്യാണം കഴിച്ചവർ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു പുച്ഛ മുഖഭാവത്തിലൂടെ ആദു പറഞ്ഞു നിർത്ത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തലയിൽ 2 കൈയും ചേർത്ത് വെച്ചലറുന്ന നിഹയെ.
തനിക്ക് വേണ്ടി വാക്കുകൾ കൊണ്ട് പോരാട്ടം നടത്തുന്ന തൻ്റെ ജീവനെയും കൂടപ്പിറപ്പിനെയും കൂട്ടുകാരിയെയും ഇനിയും അവരുടെ മുന്നിൽ മോശക്കാരാവരുത് എന്നുള്ളതുകൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. മതി എനിക്ക് വേണ്ടി സംസാരിച്ചത്. ഏട്ടാ, ആദു, ഇനി ആരും ഒന്നും മിണ്ടരുത്. അങ്കിള് പറഞ്ഞതുപോലെ നടക്കട്ടെ. എന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരിക്കില്ല മരുമകളായിട്ട് കണ്ടത്. നല്ലൊരു കുട്ടിയെ കൊണ്ട് ഏട്ടനെ വിവാഹം കഴിപ്പിക്കട്ടെ. അല്ലെങ്കിലും എനിക്ക് നല്ലതൊന്നും കിട്ടാൻ വിധിച്ചിട്ടില്ല. ഒരു നശിച്ച ജന്മമാണല്ലേ ഏട്ടാ എൻ്റേത്. മോളെ, അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിഹ, അല്ലറണ്ട ആദിയേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഏട്ടനെല്ലാം മറക്കണം. ഞാനും എല്ലാം മറക്കാൻ പോവുക. ഏട്ടൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി. അതില്ലാതെ വളർന്ന എനിക്കറിയാം അതിൻ്റെ വില. ഞാൻ കാരണം അത് തകരാൻ പാടില്ല. ഞാൻ തിരിച്ചു പോവുക കാനഡയ്ക്ക്. രുദ്രേട്ട, എൻ്റെ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്തേക്കണേ. ഒരു ചെറു പുഞ്ചിരിയോടെ രുദ്രനെ നോക്കി അവൾ പറഞ്ഞു.